ബാല്യകാലം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണെന്ന് തന്നെ പറയാം. അത് സ്നേഹവും സുരക്ഷിതത്വവും ഒക്കെ നിറഞ്ഞതാണെങ്കിൽ വളരെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. എന്നാൽ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയല്ല. മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കുട്ടിക്കാലമാണ് ഉള്ളതെങ്കിൽ അത് അവരുടെ മുന്നോട്ടുള്ള ആത്മവിശ്വാസത്തിനും അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിലെ പല സാഹചര്യങ്ങളെ നേരിടാനുള്ള അവരുടെ ധൈര്യത്തിനെയും ഒക്കെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആങ്സൈറ്റി, സ്ട്രെസ്, ഓവർ തിങ്കിങ് ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയുടെ കേൾക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാതെ പോയ ഒരു ഇമോഷൻസിന്റെ റിഫ്ലക്ഷൻ ആവാം. അതും അല്ലെങ്കിൽ സ്നേഹം കിട്ടാതെ പോയ അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗിന്റെ പ്രതിഫലനവുമാകാം. ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വലിയ എന്തോ ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്യൂസ് അത് നേരിട്ട ആളുകളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പലപ്പോഴും പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് വളരെ ചെറുതാണെന്ന് തോന്നുന്ന, നിസാരമായി കാണുന്ന പല പ്രശ്നങ്ങളും ഒരു കുട്ടിയുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ അധികമാണ്. അത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റുന്നത് അപ്പുറത്തേക്ക് ഉണ്ടാവുന്ന റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും ഒരു ട്രോമയായി രൂപപ്പെടാം. അത് ശാരീരികമായിക്കൊള്ളട്ടെ, മാനസികമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇമോഷണലി ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ തന്നെ ഒരു ട്രോമ എന്ന രീതിയിലേക്ക് പിന്നീട് രൂപപ്പെടുന്നുണ്ട്. ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് നയിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ്: ഒന്ന്, ഇമോഷണൽ നെഗ്ലിജൻസ്, അതായത് കുട്ടിക്ക് വേണ്ട ഒരു പരിഗണന കുട്ടിക്കാലത്ത് ലഭിക്കാതെ പോകുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ടാകും, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാകും, എന്നാൽ അവരുടെ ഒരു ചെറിയ വിഷമം അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ ഒരു സന്തോഷമായിക്കൊള്ളട്ടെ അവർക്കത് ഷെയർ ചെയ്യപ്പെടാനും ഷെയർ ചെയ്താൽ അത് പരിഗണിക്കപ്പെടുന്നില്ല എന്ന തോന്നൽ രൂപപ്പെടുന്ന അവസ്ഥ. ഇത് കൂടാതെ താരതമ്യപ്പെടുത്തൽ, പലപ്പോഴും മറ്റേ കുട്ടിയേക്കാൾ നല്ലതല്ല അല്ലെങ്കിൽ അവരെ പോലെ കണ്ടു പഠിക്കണം തുടങ്ങിയ ചില വാക്കുകൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്, ഇതൊക്കെ ഒരു കുട്ടിയെ ട്രോമയിലേക്ക് നയിക്കാം. ഇതിൽ ഇമോഷണൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് അവരെപ്പോഴും അതിൽ നിന്ന് അവർക്കുണ്ടായി വരുന്ന ഒരു ചിന്ത എന്താണെന്ന് വിചാരിച്ചാൽ, എൻ്റെ ഇമോഷൻ അത്ര പ്രധാനപ്പെട്ടതല്ല, അതുകൊണ്ടാണ് അത് കേൾക്കപ്പെടാതെ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ അത്ര പ്രധാനപ്പെട്ട ഒരാളല്ല, അതുകൊണ്ടാണ് എനിക്ക് ആരും ഒരു പരിഗണന തരാത്തത്. ഇത്തരം കാര്യങ്ങൾ അവർക്ക് നിരന്തരമായി അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു കാര്യത്തിൽ നിന്ന്, അവരുടെ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിന്ന് മാറി ചിന്തിക്കാനും അതൊരു ഇമോഷണൽ സപ്രഷനിലേക്കും കുട്ടി ഒരു വിഡ്രോവൽ സിംറ്റം, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് ഉൾവലിയാനും ഒക്കെ കാരണമായി തീരുന്നുണ്ട്. ഇത് പിന്നീടുള്ള അവരുടെ ലൈഫിലും പല കാര്യങ്ങളിലേക്കും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന രീതിയിലേക്ക് മാറാം. ഇമോഷണൽ നെഗ്ലിജൻസ് നേരിട്ട ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവരുടെ ഒരു സ്വഭാവത്തിൽ കാണിക്കുന്ന പ്രധാന ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത്, അവരെപ്പോഴും തൻ്റെ ഒരു പിയർ ഗ്രൂപ്പിനിടയിൽ എത്തിപ്പെടുമ്പോൾ തനിക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്ന ചിന്ത എപ്പോഴും മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ഇടപഴകാനും അവരോട് ആത്മാർത്ഥമായി പെരുമാറാനും ഇവർക്ക് പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. എപ്പോഴും ചിന്തിക്കുന്നത് എന്നെ ഇവിടെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇവർ വേണ്ട പരിഗണന തരുന്നില്ല എന്നുള്ള ചിന്തകളായിരിക്കും. ഇത് കൂടാതെ തൻ്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ഘട്ടം എത്തുമ്പോൾ അവിടെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കുമോ തുടങ്ങിയ സംശയങ്ങൾ മനസ്സിലേക്ക് വരികയും അതിന് പറ്റാതെ പോവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ അവരുടെ പല അവസരങ്ങളും നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ വരുന്ന ഒരു പ്രശ്നം എന്ന് വിചാരിച്ചാൽ അവർക്ക് എപ്പോഴും സംശയമായിരിക്കും. ഒരാൾ അവരോട് സ്നേഹം കാണിച്ചാൽ പോലും ആ കാണിക്കുന്നത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ്, ഇത് അവരുടെ ഫാമിലി ലൈഫിനെ പോലും ബാധിച്ചെന്ന് വരാം. കൂടാതെ എപ്പോഴും ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറിലേക്ക് മാറാനുള്ള സാധ്യതയും വളരെ അധികമാണ്. ചൈൽഡ്ഹുഡ് ട്രോമയിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് ഫാമിലി ഇഷ്യൂസ്, അതായത് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അത് ഒരു പാരൻസിന്റെ ഇടയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാര്യമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ അവസാനം വരെ ആ ഒരു കുട്ടിക്കാലത്ത് അനുഭവപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ഒരു വീടിന് ഉള്ളിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് അവരെ ബാധിക്കുന്നത് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും എത്രയോ അപ്പുറത്താണ്. പലപ്പോഴും സ്മൃതിക്ക് വേണ്ടി വരുന്ന ഭൂരിഭാഗം ആളുകളിലും നമ്മൾ അവരുടെ ഒരു കേസ് ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സ്മൃതി മെഡിറ്റേഷൻ കഴിയുമ്പോൾ മിക്കവാറും എത്തിപ്പെടുന്നത് അവരുടെ ഒരു ചൈൽഡ്ഹുഡിലേക്കായിരിക്കും. അവിടെ തന്നെ മാതാപിതാക്കൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആയിരിക്കും അവരുടെ ഇന്ന് അവരനുഭവിക്കുന്ന പ്രശ്നത്തിന് ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ടാവുന്നത്. വീട്ടിൽ എപ്പോഴും വഴക്ക് നടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്നത് എൻ്റെ വീട് സുരക്ഷിതമായ ഒരിടമല്ല, എനിക്ക് ഇവിടെ ഒരു സെക്യൂരിറ്റി ലഭിക്കുന്നില്ല എന്നീ കാര്യങ്ങളായിരിക്കും. കൂടാതെ കുട്ടിയുടെ പേര് പലപ്പോഴും വഴക്കിനിടയിൽ കടന്നു വരികയും കൂടാതെ കുട്ടിയോട് തന്നെ ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വരുമ്പോൾ ഞാനാണോ ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരികയും അത് അവര്
അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യം അവിടെ പറയാതിരിക്കുകയും അവരുടെ ശബ്ദം തന്നെ ഇവിടെ അപ്രശസ്തമാണ് എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ അവർക്ക് ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ജീവിത അവസാനം വരെ നീണ്ടുപോവുകയും അവർക്ക് തന്നെ മനസ്സിലാവില്ല ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്നൊരു ആങ്സൈറ്റി വരുന്നത്, പെട്ടെന്ന് എന്താണ് എനിക്കൊരു ഓവർ തിങ്കിങ് വരുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ തന്നെയായിരിക്കും. പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരില്ല, എന്നാൽ എന്തെങ്കിലും ചെറിയൊരു ട്രിഗേഴ്സ് വരുമ്പോൾ ഈ ഒരു കാര്യമായിരിക്കും അവിടെ ട്രിഗർ ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ സ്മൃതിക്ക് വരുന്ന പല ഫാമിലി ഇഷ്യൂസിലും നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ഒരു കുട്ടി, അവരുടെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഹസ്ബൻഡ് അവരെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നില്ല, തന്നോട് വേണ്ടത്ര കെയറിങ് കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അവിടെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യം എന്ന് വിചാരിച്ചാൽ ചെറിയൊരു കാര്യം മതി, അതിൽ നിന്നായിരിക്കും തുടക്കം. ഒരു ഫോൺ എടുത്ത് സംസാരിച്ചില്ലെങ്കിൽ പോലും അവിടെ ചെറിയൊരു പ്രശ്നത്തിൽ തുടങ്ങുന്ന കാര്യം പിന്നീട് ഒരു വലിയ ഇഷ്യൂ ആയി മാറുകയും ചെറിയ കാര്യങ്ങൾക്ക് പോലും അതൊരു കരച്ചിലിലേക്കോ അല്ലെങ്കിൽ ഒരു ബഹളത്തിലേക്കോ ഒക്കെ എത്തുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ സ്മൃതി മെഡിറ്റേഷന് ശേഷം ആ കുട്ടി പറഞ്ഞൊരു കാര്യം, കുട്ടിയുടെ വീട്ടിൽ എപ്പോഴും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായിരുന്നു. അവിടെ വഴക്ക് നടന്നതിന് ശേഷം അച്ഛൻ 2-3 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കും. ഈ സമയത്ത് അമ്മ എപ്പോഴും ഒരു ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ആ ഒരു സമയത്ത് ഈ ദേഷ്യമൊക്കെ ഈ കുട്ടിയോടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ കുട്ടിയുടെ മനസ്സിൽ വീട്ടിലൊരു ചെറിയൊരു അസ്വാസ്ഥ്യം ഉണ്ടാവുമ്പോൾ ഇത് തനിക്ക് ഇതുപോലെ തന്നെ ഒരു വേർപാട് വരുമോ, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഇവിടെ നേരിടേണ്ടി വരുമോ, എനിക്ക് വേണ്ട പരിഗണന ഇവിടെയും കിട്ടാതെയാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ചിന്തയിലേക്ക് പോകുന്നത്. അത് ആ കുട്ടി തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ ട്രിഗർ ചെയ്യപ്പെടുന്നത് നമ്മൾ നിസ്സാരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാലും ആ ഒരു നിസ്സാരമായ കാര്യമല്ല ഈ ഒരു വലിയ ഇഷ്യൂവിലേക്ക് നയിക്കുന്നത്. ആ ഒരു കാര്യം കൊണ്ട് ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു വലിയ പ്രശ്നം മനസ്സിൽ കിടപ്പുണ്ട്. ഇത് ക്ലിയർ ചെയ്യപ്പെടുമ്പോൾ തൻ്റെ ഇമോഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിക്കാനും അതുവഴി തന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കുന്നുണ്ട്. എപ്പോഴും വഴക്ക് നടക്കുന്ന വീടുകളിൽ വളർന്നു വരുന്ന കുട്ടികളിൽ കാണുന്ന മറ്റൊരു സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ് അവരുടെ ഒരു അഗ്രസീവ് നേച്ചർ. ഇതൊരു ഇമിറ്റേഷൻ ആണെന്ന് പറയാം. പലപ്പോഴും മാതാപിതാക്കൾ തമ്മിലുള്ള ബഹളത്തിന്റെ സമയത്ത് അവരെങ്ങനെയാണോ തമ്മിൽ ആ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഏതൊരു സിറ്റുവേഷനിലും ഇമോഷനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്ന ചിന്ത അവരിലേക്ക് കടന്നു വരികയും സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ ഈ ഒരു തരത്തിൽ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്താൽ മാത്രമേ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയൂ എന്ന ചിന്ത അവരിലേക്ക് വരുന്നു. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും സ്കൂളുകളിൽ നടക്കുന്ന വഴക്കുകളിൽ പാരൻസിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കുട്ടി വീട്ടിൽ സൈലന്റ് ആണ്. കാരണം കുട്ടി ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് കുട്ടി സൈലന്റ് ആയിരിക്കും. കാരണം അവരുടെ മനസ്സിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങും ഫിയറും ഒക്കെ രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ കുട്ടി വീട്ടിൽ സൈലന്റ് ആയിരിക്കും. എന്നാൽ ഉപബോധ മനസ്സിൽ ഈ ഒരു അഗ്രസീവ് നേച്ചർ അവരറിയാതെ തന്നെ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു തരത്തിൽ അവർ റിയാക്ട് ചെയ്യും, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കുന്ന പല അക്രമ സംഭവങ്ങളിലും വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ ഒക്കെ കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇത്ര ചെറുപ്രായത്തിൽ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അഗ്രസീവ് നേച്ചർ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെരുമാറ്റം അവർ രൂപപ്പെട്ടു വന്നത്. മിക്കവാറും കാര്യങ്ങളിൽ അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിയുമ്പോൾ ഇത്തരത്തിൽ എപ്പോഴും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേണ്ടത്ര ഇമോഷണലി കെയർ കിട്ടാത്ത ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവഗണിക്കപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ആ കുട്ടി ചെറുപ്പകാലം മുതൽ തന്നെ അവഗണിക്കപ്പെട്ടിട്ടുണ്ടാകും. ഈ ഒരു തരത്തിലൊക്കെ രൂപപ്പെട്ടു വന്ന ക്യാരക്ടറായിരിക്കും ഈ ഒരു അക്രമവാസനയിലേക്ക് അവരെ നയിച്ചിട്ടുണ്ടാകുന്നത്. ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ തമാശയായി പറയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാൽ അതൊരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നീ എത്ര മെലിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നിന്റെ നിറം കറുപ്പാണ്, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ തമാശയായി പറഞ്ഞ് ചിരിച്ചു പോയ കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് അവരുടെ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെടുന്നത് എൻ്റെ വ്യക്തിത്വം പോരാ, അല്ലെങ്കിൽ എൻ്റെ ഈ നിറം വെച്ചിട്ടാണ് എൻ്റെ ഒരു ക്യാരക്ടർ രൂപീകരിക്കപ്പെടുന്നത്, അതില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അത്ര വിലമതിക്കാത്ത ഒരാളാണ്. അവർക്കൊരു സെൽഫായിട്ടുള്ള വേർത്ത് തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറുന്നു. ഇതുകൊണ്ട് തന്നെ പല കുട്ടികളും മുതിർന്നു വരുമ്പോൾ അവരൊരു സോഷ്യൽ വിഡ്രോവൽ ക്യാരക്ടറും അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറും ഒക്കെ ആയി മാറുന്നു. ചെറുപ്പകാലത്ത് വളരെ ആക്റ്റീവായി നിന്നുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്നൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടറിലേക്ക് മാറുമ്പോൾ പലപ്പോഴും പാരൻസ് തന്നെ പറയാറുണ്ട്, അവർക്ക് ഇത്രയും കാലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ചിലപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കും, വീട്ടിൽ നമ്മൾ തമാശയ്ക്ക് വേണ്ടി അവരോട് പറയുന്ന എന്തെങ്കിലും ഒരു ബോഡി അവരുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നീ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് തടിക്കാത്തത്, അല്ലെങ്കിൽ നിന്റെ തടി എന്താണ് ഇത്രയും, നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിന്റെ നിറം നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ വീട്ടിൽ നിന്ന്
അവരൊരു കാഷ്വൽ ടോക്കായിട്ട് പറയുന്നതായിരിക്കും, പക്ഷെ അത് കുട്ടിയുടെ മനസ്സിൽ വേറൊരു തരത്തിലുള്ള ചിന്തയായിട്ടാണ് രൂപപ്പെടുന്നത്. ഇത്തരത്തിൽ സ്കൂളുകളിൽ നിന്നും ഒക്കെ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് അത് വലിയ മാനസിക ആഘാതം ഉണ്ടാവുകയും വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവരൊരു പൊതുസമൂഹത്തെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന് കഴിയാതെ വരും. താൻ അത്ര വേർത്തല്ല, ഈ ഒരു സമൂഹത്തെ ഫേസ് ചെയ്യാൻ വേണ്ടി ഞാൻ അത്ര വേർത്തല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും ഒരു നിറത്തിന്റെ പേരിലോ വണ്ണത്തിന്റെ പേരിലോ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അവരവരുടെ ട്രിഗർ ചെയ്യപ്പെടും. അത് അവർക്ക് ഒരു ഡിപ്രഷനിലേക്ക് പോലും നയിക്കാൻ കാരണമായി തീരുന്നുണ്ട്. ബാല്യകാലത്ത് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പിയർ ഗ്രൂപ്പിനിടയിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തൽ. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഒരു കുടുംബം എന്നതിനപ്പുറത്തേക്ക് പിന്നീട് അവർ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് അവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ അവരുടെ ഒരു പിയർ ഗ്രൂപ്പിലേക്കായിരിക്കും. അവിടെ നിന്ന് ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ എന്തെങ്കിലും ചെറുപ്പകാലത്ത് കളിക്കാൻ കൂട്ടാതെ ഇരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വരുമ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. എനിക്ക് എന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എന്നെ മാറ്റി നിർത്തപ്പെടുന്നത്, അതിന്റെ കാരണം എന്താണെന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ഇതൊരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത അവസ്ഥയിലേക്കും അവർക്ക് എനിക്ക് എന്തോ കുറവുണ്ട് എന്ന ചിന്തയിലേക്ക് മുന്നോട്ടേക്ക് വളരാനും ഒക്കെ കാരണമായി തീരുന്നു. ഒരു കുട്ടി എപ്പോഴും നല്ല ഉത്സാഹത്തോടെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കുന്നു, പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഇനി നാളെ മുതൽ ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കരുതും എന്തായിരിക്കും പ്രശ്നമെന്ന്. അത്തരം സിറ്റുവേഷനിൽ പലപ്പോഴും അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ ഒരു പിയർ ഗ്രൂപ്പിന്റെ ഇടയിൽ നിന്നുള്ള ഒരു മാറ്റി നിർത്തലായിരിക്കും അതിന് കാരണമായി വരുന്നത്. ഇവിടെ കുട്ടികൾ അറിഞ്ഞുകൊണ്ടല്ല, അവർ പലപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിലോ അല്ലെ ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലോ ഒക്കെ മാറ്റി നിർത്തുന്നതായിരിക്കും. എന്നാൽ ഈ മാറ്റി നിർത്തപ്പെടുന്ന കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇത് അവരുടെ വളർന്നു വരുന്ന കാലഘട്ടത്തിലും വളരെയധികം സ്വാധീനം ചെലുത്താൻ കാരണമായി തീരും. അവർക്ക് ഒരു പുതിയതായിട്ടുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് കടന്നു ചെല്ലാനുള്ള പേടി, തന്നെ അംഗീകരിക്കുമോ അല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടുമോ എന്ന പേടി എപ്പോഴും മനസ്സിലുണ്ടാവുക, കൂടാതെ ഏതൊരു കാര്യത്തിലും ഞാൻ അത്ര പോരാ, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടി ഞാൻ അത്ര യോഗ്യനല്ല എന്ന സ്വന്തം ചിന്ത മനസ്സിലേക്ക് വരികയും അവര് അത്തരം സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. പലപ്പോഴും കുട്ടി വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെ സാധാരണയുള്ള അവസ്ഥയിൽ നിന്ന് മാറി എന്തെങ്കിലും അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം കാണുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ കേൾക്കാൻ തയ്യാറാവുകയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആക്സെപ്റ്റൻസിലല്ല, നമ്മുടെ കഴിവിലാണ് കാര്യം. നമ്മളത് എപ്പോഴും മറ്റുള്ളവരുടെ ഒരു ആക്സെപ്റ്റൻസ് സീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. താൻ കഴിവുള്ള ഒരാളാണ്, അല്ലെങ്കിൽ തൻ്റെ കഴിവുകൾ തനിക്ക് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, ഒരു കുറഞ്ഞു പോയ ആളല്ല താൻ, തുടങ്ങിയ കാര്യങ്ങൾ കുട്ടിയെ അഷ്വറൻസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ആ ഒരു ട്രോമ ആവാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ മിക്കവാറും കേസുകളിലും ആരും അത് തിരിച്ചറിയാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെറുപ്പകാലത്ത് മുതൽ തന്നെ മനസ്സിൽ സൂക്ഷിക്കുകയും പിന്നീട് വലിയൊരു കുട്ടിയായി അല്ലെങ്കിൽ വലിയൊരു ജീവിതത്തിന്റെ വലിയ ഘട്ടങ്ങളിൽ എത്തുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു റിഫ്ലക്ഷൻസ് നമുക്ക് കണ്ടുവരുന്നത്. ഇവിടെ നമുക്ക് സ്മൃതി മെഡിറ്റേഷൻ പോലുള്ള തെറാപ്പികൾ വഴി നല്ല രീതിയിൽ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ഓർമ്മകളെ മാറ്റുകയല്ല ചെയ്യുന്നത്, പകരം നമ്മളെ ആ ഒരു സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയാതെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അത്തരം ഇമോഷൻസിനെ കണ്ടെത്തി അതിനെ സ്വയം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുകയും അതുവഴി പിന്നീട് ട്രിഗേഴ്സ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് വന്നാൽ പോലും അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു.